ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? ചോറിനോടൊപ്പം മാത്രമല്ല, നെയ്ച്ചോറ്, പൊറോട്ട തുടങ്ങി എന്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയ സുഹൃത്തുക്കൾ ചാനൽ ലൈക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇവിടെ ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതിലേക്കായിട്ട് 1/2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം നന്നായിട്ട് കഴുകി വെയിറ്റ് വെച്ച് ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കുരുമുളക് പൊടി, ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്ത നീര്, അതുപോലെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത ചേരുവകളെല്ലാം തന്നെ ബീഫുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു അടിക്കട്ടിയുള്ള ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 150 ml വെള്ളവും കൂടി ഒഴിച്ച് 2 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ ഈ ബീഫൊക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിലെ ആ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച ശേഷം പാത്രം അടച്ചു വെച്ച് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 45 മിനിറ്റോളമായിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി. ഇത് നമ്മളെടുക്കുന്ന ബീഫിൻ്റെ ആ ഒരു വേവിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചില ബീഫിനൊക്കെ നല്ല ടൈം എടുക്കും വേവാൻ. കഴിഞ്ഞ തവണ ഞാൻ വാങ്ങിയ ബീഫിന് 2 മണിക്കൂറിൽ കൂടുതൽ വേവുണ്ടായിരുന്നു. അതെന്താണ് കാരണമെന്നറിയില്ല. എന്തായാലും ഇതിപ്പോൾ 45 മിനിറ്റോളം ആയപ്പോൾ തന്നെയും നന്നായിട്ട് വെന്ത് കിട്ടി. നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ടാവാം നല്ല സോഫ്റ്റ് പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലെ ചൂടൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പം വെള്ളവും കൂടി തളിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്ന ബീഫ് ഫ്രൈക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ 30 മിനിറ്റോളം മാത്രമേ വയ്ക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ 30 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ ഒരു 30 മിനിറ്റ് ടൈം കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേവിച്ച ബീഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചധികം നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതിലെ ആ ഒരു മസാലക്കൂട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഇട്ട് കൊടുത്ത ബീഫിൻ്റെ ഒരു വശമെല്ലാം ചെറിയ തോതിലൊന്ന് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് മറുവശം ഒപ്പിക്കാം. ഇങ്ങനെ ഈ ബീഫിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്ന് വരുന്നത് വരെയും ഇടയ്ക്കിടെ ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും എന്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഗതിയാണിത്. ചോറിനോടൊപ്പവും നെയ്ച്ചോറിനോടൊപ്പവും ഒക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്നാലും അതിനോടൊപ്പം മാത്രമല്ല, പൊറോട്ടയ്ക്കൊപ്പവും അതുപോലെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഒട്ടുമിക്ക പലഹാരങ്ങളോടൊപ്പവും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.